എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്താ പറയുക, ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് എൻ്റെ ചാനലെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ കുറച്ച് പേരുള്ള ഒരു ചാനലാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ അല്ലെങ്കിൽ ഒരു സംസാരിക്കാൻ കാരണം ഞാനൊരു ഇടുക്കിക്കാരിയാണ്. ഇപ്പം താമസിക്കുന്നത് എറണാകുളത്ത്. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാം കിടക്കുന്നത് ഇടുക്കിയിലാണ്. അതേപോലെ തന്നെ എൻ്റെ സഹോദരനും ഞാനും എൻ്റെ കുടുംബങ്ങളും ഒക്കെ കിടക്കുന്നത് ഇപ്പം ഇരിക്കുന്നത് എറണാകുളത്താണ്. തികച്ചും എന്താ പറയുക, വളരെ പെട്ടുപോയൊരവസ്ഥയിൽ ഇപ്പം നമ്മളിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ മോൻ ഇളയത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ. ഈ 2 ദിവസമായിട്ട് ആൾ ഉറങ്ങിയിട്ടില്ല. വീട്ടിൽ ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ആൾ രാത്രിയൊക്കെ ഞെട്ടി എഴുതി. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് 100% സത്യം. എന്നാന്ന് വെച്ചാൽ കൊച്ച് എപ്പോഴും സോഷ്യൽ മീഡിയയിലാണല്ലോ ഇപ്പോൾ പിള്ളേരെല്ലാവരും. ജനിച്ച് വീഴുന്ന പിള്ളേർ വരെ ഫോണും കൊണ്ട് വീഴുന്നത് പോലെയാണ് വരുന്നത്. എൻ്റെ കൊച്ചെപ്പോഴും നോക്കും, മൊബൈൽ നോക്കും. ആൾ വേറെ കാർട്ടൂൺസോ അങ്ങനെ ഒരു വീഡിയോസും നോക്കില്ല. ആൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് ദേശത്തിനെക്കുറിച്ച് അറിയണം. ക്രിക്കറ്റ് നന്നായി കളിക്കും. അതുകൊണ്ട് ഓരോ ക്രിക്കറ്ററിനെ കുറിച്ച് പഠിക്കുക, ക്രിക്കറ്റ് എങ്ങനെയെന്ന് പഠിക്കുക. അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ലൈവായിട്ട് നമ്മുടെ ഇവിടെ എന്ത് നടക്കുന്നതെന്ന് അവനോട് ചോദിച്ചാൽ അവൻ കൃത്യമായിട്ട് പറയും. കാരണം അവൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് വീഡിയോസ് കാണും, അതിൻ്റെ റിവ്യൂസ് കാണും, അതിനെക്കുറിച്ച് അറിയും, നമ്മളോട് വന്ന് പറയും, അമ്മ ഇതിങ്ങനെയാട്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് ചിലപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ല. പക്ഷേ എൻ്റെ കൊച്ചിനോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയും. ഈ 2-3 ദിവസമായിട്ട് തന്നെ ഞങ്ങളുടെ 2 പേരുടെ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുന്നത് മൊത്തം മുല്ലപ്പെരിയാർ ഡാം, അത് പൊട്ടിക്കഴിഞ്ഞാൽ എന്താവും. അവൻ ഇന്ന് എന്നോട് പറയുന്നത്, മുല്ലപ്പെരിയാർ പൊട്ടുന്നതല്ലമ്മ പ്രശ്നം, അത് പൊട്ടിക്കഴിയുമ്പോൾ ഇടുക്കി ഡാമിലോട്ട് വെള്ളം വരും, ഇടുക്കി ഡാമിൽ അതിൻ്റെ 7 ഇരട്ടി വെള്ളം ഉണ്ടെന്ന്. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ എറണാകുളം മൊത്തം പോകും, എറണാകുളം, തൃശ്ശൂർ, അവൻ കോട്ടയം, അവൻ പറയുന്നത് കറക്റ്റ് ഏതൊക്കെ ജില്ലകൾ പോകുന്നു. അപ്പോൾ അവൻ എന്നോട് പറയുന്നത്, വേണ്ടമ്മ നമുക്കിനി ഇവിടെ ഇരിക്കണ്ട, നമുക്ക് എന്നാൽ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഇടുക്കിയിലോട്ട് പോകാം, അപ്പച്ചനും അമ്മച്ചയൊക്കെ അവിടെയല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യോ വേണ്ട ഇടുക്കിയും പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിരിക്കുന്ന സ്ഥലമൊന്നും ആവില്ലടാ, നമുക്ക് പോവാടാ, നിനക്ക് അങ്ങനെ വിഷമമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട്. വേണ്ട. ഞാനേ സെർച്ച് ചെയ്ത് നോക്കി, തമിഴ്നാട്ടിലെ ചെന്നൈയിലൊക്കെ ഇത് ഇങ്ങനെ വന്നാൽ ഒന്നും ചെയ്യത്തില്ലെന്ന്. നമുക്കെന്നാൽ എൻ്റെ അനിയത്തി അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ നമുക്കെന്നാൽ ചിറ്റിയുടെ അടുത്ത് പോകാം, അവിടെ പോകാമെന്ന്. അപ്പോൾ ഒരു കുഞ്ഞു മനസ്സിലെ നൊമ്പരമാണ് ഞാൻ ഈ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന ചെറുക്കൻ്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ ഈ ഒരു വിഷയം പതിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. വണ്ടിപ്പെരിയാറിലും കുമളിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് നാൾ, ഒരു 2-3 വർഷത്തിന് മുമ്പ് ധരണയും സമരങ്ങളും 100 ദിവസമൊക്കെ കടന്ന സമരങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ അധികാരികൾ ഒന്ന് കണ്ണ് തുറക്കണം. കാരണം ഇപ്പോൾ വയനാട്ടിലെ ചെറിയൊരു ദുരന്തം എത്ര പേരെ ആ ഒരു ദുരന്തം കൊണ്ടുപോയെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പോഴും നമ്മളാരും വയനാട്ടുകാരല്ല, ആ സ്ഥലത്തെക്കുറിച്ച് അറിയത്തില്ല. പുത്തുമുടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ചൂരൽമലയെക്കുറിച്ചോ ആ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല. വയനാട് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലാതെ അവിടെ ഉള്ള സ്ഥലങ്ങൾ ഇപ്പോഴാണ് അതിനൊക്കെ അറിയുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു സമയം വരെയും ആ ഒരു വീഡിയോസ് കണ്ട കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വരാതെ ആ വീഡിയോസ് കാണാൻ പറ്റുന്നില്ല. ആ ഉറ്റവർ കരയുന്നത്, ഉടയവർ വന്ന് കരയുന്നത്, അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ജീവിതം മുഴുവനും അധ്വാനിച്ചുണ്ടായതെല്ലാം പോയി. മാത്രമാണോ കൂടപ്പിറപ്പുകളും സഹോദരങ്ങളും എല്ലാവരും നഷ്ടപ്പെട്ട എത്ര പേരുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ദുരിതാശ്വാസ നിധിയോ അല്ലെങ്കിൽ ഞാൻ നിനക്ക് വീട് പണിത് തരാം, ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അത്രത്തോളം എനിക്ക് എൻ്റെ ഒരു മകനോ അല്ലെങ്കിൽ എൻ്റെ ഒരു മകളോ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ ഞാനോ ഞാൻ പോയെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേർക്ക്, എൻ്റെ ഭർത്താവിന് നിങ്ങൾ എത്ര കോടി രൂപ കൊടുത്താലും ഞാനായിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്നെ അവിടെ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര വീട് വെച്ച് കൊടുത്താലും, എത്ര പോയവർ പോയത് തന്നെ, ഉറ്റവരുടേവർ പോയി നഷ്ടം തന്നെ, അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും അധികാരികളൊന്ന് കണ്ണ് തുറക്കണം. നിങ്ങളിപ്പോൾ ഈ തമിഴ്നാടിനോട് ചെന്ന് സംസാരിക്കാം, സ്റ്റാലിൻ സാറുമായിട്ടൊക്കെ നല്ല ഇതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മുമ്പ് ജയലളിതമ്മ ഇരിക്കുമ്പോഴാണ് അതിലോട്ട് ഒട്ടും അവർ അടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പാട്ടക്കരാറൊക്കെ നിങ്ങളൊന്ന്
ചെന്ന് എടുത്ത് നോക്കി അതിൻ്റെയൊക്കെ കരാറ് തീർന്നു, ഡീകമ്മീഷൻ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? റസൽ ജോയ് സാറൊക്കെ, ഞാൻ സാറിനെ നമിക്കുന്നു, കാരണം ആ സാറിൻ്റെ കൂടെയൊക്കെ ആരുമില്ല, എന്നിട്ടും പുള്ളി കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം മുല്ലപ്പെരിയാർ ഒരു ജലബോംബാണ്, അത് പൊട്ടിയാൽ 7 ലക്ഷത്തോളം ആൾക്കാർ ഈ കേരളത്തിൽ നിന്ന് മാറ്റപ്പെടും. കേരളത്തിൻ്റെ എറണാകുളം എന്ന് പറയുന്ന സിറ്റി മെട്രോ സിറ്റിയാണ്, ഇവിടെ ഇല്ലാത്ത ഇൻഡസ്ട്രികളില്ല. ഇതെല്ലാം പോയി കഴിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ പകുതി ഭാഗം പോയ ഒരു സംസ്ഥാനം പോലും ഇല്ലാത്ത അത്രയും ഒരു ഇതിലോട്ട് വരും. ഇപ്പം നമ്മൾ നോക്കി സാധാരണ ആ ഒരു ചെറിയൊരു ദുരന്തം, ആ ഒരു ആറ്, അതാണ് 2 വഴിയായിട്ട് പോയി വന്നത്, പുഴ, അത് 2 വഴിയായിട്ട് ഒഴുകി. ഇത്രയും വലിയൊരു നടന്നു ഇന്ന് തന്നെ ചെളിക്കകത്തൊന്നും ആരെയും എടുക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നും വേണ്ട, കഴിഞ്ഞ ദിവസം നടന്ന അർജുൻ്റെ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു ലോറി പോയി, ആ പുഴയുടെ അകത്തോട്ട് പോയി, ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഡാമെല്ലാം പൊട്ടി വന്നു കഴിഞ്ഞാൽ ഈ ചെളിയിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കിട്ടുമോ? എത്രയോ അടി പൊക്കത്തിൽ ചെളി വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഇതുകൊണ്ടോ കയ്യിൽ രോമാഞ്ചം കൊള്ളുന്നു. ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്നാണ്. പക്ഷെ പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ വണ്ടിപ്പെരിയാറിൻ്റെയൊക്കെ തീരത്ത് എൻ്റെ അമ്മായിയൊക്കെ താമസിക്കുന്നതാണ്. അപ്പോൾ ആ തീരത്ത്, ആ പെരിയാറിൻ്റെയൊക്കെ തീരത്ത് ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജീവൻ പണയം വെച്ചിട്ടാണ് അവരൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഗവൺമെൻറ് നിങ്ങൾ വരുന്നതിന് മുമ്പേ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു സമിതി വീണ്ടും രൂപീകരിക്കുക. മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിന് വളവുണ്ട്, പൊട്ടലുണ്ട്, വിള്ളലുണ്ട്, അതെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി വോട്ടിട്ട് നിങ്ങളെല്ലാം ജയിപ്പിച്ച ജനങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറൊന്നിനും വേണ്ടി ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ. എൻ്റെ കൊച്ചു ചോദിക്കുന്ന പോലെ, അമ്മ ഇന്ന് വയനാട്ടിൽ ഒഴുകിപ്പോയതുപോലെ നാളെ പൊട്ടിയാലും നമ്മളിതുപോലെ ഒഴുകിപ്പോവോ എന്ന് എൻ്റെ കൊച്ചു എന്നോട് ചോദിക്കുന്നത്. നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയി എന്ന് വെച്ചോ, എൻ്റെ കൊച്ച് ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴെനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ വളർന്നു വരേണ്ടവരല്ലേ, ഇതെല്ലാം കണ്ടാണ് അവർ വളർന്നു വരുന്നത്, മഹാദുരന്തമൊക്കെ കണ്ടാണ് അവർ വളർന്നു വരുന്നത്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ്? അങ്ങനെ നമ്മളിപ്പോൾ പറയാനില്ല. ഇന്ന് ശ്രീകണ്ഠൻ സാറ് 24 ന്യൂസിൽ ഇതൊരു ന്യൂസാക്കിയിട്ട് ചോദിച്ചിരുന്നു. ഇത് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? ഇതിനെക്കുറിച്ച് ആരാണ് സംസാരിക്കേണ്ടത്? ഇപ്പം മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുന്നത് ഫാമിലികളിൽ, കുടുംബത്തിൽ മാത്രമാണ്. അതും കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനും അങ്ങനെ അടങ്ങുന്ന ഫാമിലി. ഓരോ വീട്ടിലും എനിക്ക് തോന്നുന്നു ഇത് സംസാരിക്കാതെ ആരും തന്നെ ഉണ്ടാവത്തില്ല. സത്യത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോളിലും ഇരുന്ന് മാത്രം സംസാരിച്ച് അല്ലെങ്കിൽ അതിനൊരു പരിഹാരമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്ന അധികൃതർ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു സംഘമായിട്ട് നിങ്ങൾ ചേർന്ന് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളുടെ 7 കോടി ജനങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും അത് രക്ഷിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഞങ്ങളുടെ മരണത്തിന് നിങ്ങൾ ഉത്തരവാദികളാകാതിരിക്കണം. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ മരണത്തിന് നിങ്ങൾ ഉത്തരവാദികളാകാതിരിക്കുക. ഇതുപോലെ വയനാട് ദുരന്തം പോലെ ഒരു മുല്ലപ്പെരിയാർ ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ അതിനുവേണ്ടി നിങ്ങളും കൂടെ മുൻകൈ എടുക്കണം. നമ്മളെ കൊണ്ട് ചുമക്കാൻ പറ്റുന്നതല്ലേ ചുമക്കാൻ പറ്റുള്ളൂ. ആ ഡാമിന് എന്തോരം അതിൻ്റെ സംഭരണ ശേഷിയുണ്ട്, അല്ലെങ്കിൽ എത്ര കാലം, അത് എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലേ? അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ചെറിയ കുഞ്ഞുങ്ങൾ പോലും നിങ്ങൾക്ക് വെക്കുന്ന അപേക്ഷയാണ്. ദയവ് ചെയ്ത് അധികാരികൾ ഇതൊന്ന് കണ്ണ് തുറന്ന് കാണണം, അതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് വെക്കുകയോ നിങ്ങൾ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്.